പ്രവാസികളായ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് മിനിഞ്ഞാന്നാണ്, 2 ദിവസം മുമ്പാണ്. ഇപ്പോൾ ഏകദേശം 20 ലക്ഷം ആളുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന് 1 ലക്ഷത്തിൽ താഴെ 75,000 ആളുകളാണ് ആകെ ഇപ്പോൾ 6A ഫോം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾ 5-5 ലക്ഷം ആളുകളുണ്ട് ഈ കേരളത്തിൽ. ആ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലില്ല. അതില്ല എന്ന പരാതി റൈറ്റിംഗിൽ കൊടുത്തു, നേരിട്ട് പറഞ്ഞു, മിനിറ്റ്സുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഇന്ന് വരെ അത് തിരുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ഈ മാപ്പിംഗ് കറക്റ്റാകാത്ത ആളുകൾക്ക് അവരുടെ ഡോക്യുമെന്റ്സ് പോയി BLOമാർ കളക്ട് ചെയ്യുന്നുണ്ട്. ആ BLOമാർ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും നോട്ടീസ് കൊടുക്കുകയാണ്. ഒരു ബൂത്തിൽ ഏകദേശം 20% 25% ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ് കൊടുത്താൽ അവരെല്ലാം വന്ന് ഹാജരാകാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കത്ത് കൊടുക്കണം. കത്ത് കൊടുത്തിട്ട് പിന്നീട് വന്നില്ല, അവർ ഔട്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ ആരെയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക്, അതുപോലെ തന്നെ റൂൾ 14 പ്രകാരം ഒരു ഡ്രാഫ്റ്റിൽ ഒബ്ജക്ഷൻ ക്ലെയിംസ് കോൾ ഫോർ ചെയ്താൽ ക്ലെയിം കൊടുക്കേണ്ടത് വോട്ടറായി ചേർക്കപ്പെടേണ്ട ആളുകളാണ്. ഒബ്ജക്ഷൻ കൊടുക്കേണ്ടത് അതാത് ബൂത്തിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ അനധികൃതമായ ഒരാളുടെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ അയാളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. അതിനെ നോംസ് അനുവദിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പരാതികളൊക്കെ എവിടെയാണ്? അവരുടെ ഒബ്സർവർ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആ മിനിറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ആ ഒബ്സർവർ ഇരുന്നിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ്ക്ലൂഷന് വേണ്ടി മാത്രമുള്ള എക്സസൈസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഞങ്ങൾ ഇതിനൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇതുവരെ സഹകരിക്കാവുന്ന എല്ലാം സഹകരിച്ചു. ഇപ്പം ജനങ്ങളെ പാനിക്കാക്കുന്ന അവസ്ഥയാണ്. ഡോക്യുമെന്റ്സ് കൊടുത്ത ആളുകൾ പോലും വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരികയാണ്. ഇനി ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളായ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് മിനിഞ്ഞാന്നാണ്, 2 ദിവസം മുമ്പാണ്. ഇപ്പോൾ ഏകദേശം 20 ലക്ഷം ആളുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന് 1 ലക്ഷത്തിൽ താഴെ 75,000 ആളുകളാണ് ആകെ ഇപ്പോൾ 6A ഫോം കൊടുത്തിരിക്കുന്നത്. ഇനി ഇവരുടെ ഡേറ്റ് ഇങ്ങനെ എക്സ്പയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർവിഷനോ പ്രവാസികളുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞാൽ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാ നോർക്കയൊക്കെ വെച്ചിരിക്കുന്നത്? അത് പലതവണ നിങ്ങളോട് തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പ്രഹസനത്തിൽ നിന്നിട്ടൊന്നും ഇനി കാര്യമൊന്നുമില്ല. മീറ്റിങ്ങുകൾ വിളിക്കുക, ആളുകളെ കൊണ്ട് പറയുക, നിങ്ങൾ പറഞ്ഞു എന്ന് ഒരു മിനിറ്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് പരിഹാരമില്ലാതാകുക. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഡൽഹി പോയിരുന്നിട്ട് പറയുകയാണ് രാഷ്ട്രീയ പാർട്ടി പരാതി പറഞ്ഞില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ എത്രയോ പരാതികൾ പറയുന്നു. പരിഹാരമില്ലാത്ത പരാതി കേൾക്കൾക്ക് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് പൊതുസമൂഹത്തെ അറിയിക്കും. ഈ വിഷയം ശരിയായ രീതിയിലല്ല, ശരിയായ ഡയറക്ഷനിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ലിസ്റ്റിലുള്ള ആർക്കൊക്കെ നോട്ടീസ് പോകുന്നതെന്ന് അറിയില്ല. അതായത് ഈ സ്വന്തം രേഖകൾ മാത്രം കൊടുത്താൽ മതിയോ? അച്ഛൻ്റെ അമ്മേൻ്റെ രേഖ അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ രേഖകളുമായിട്ട് അവർ തയ്യാറെടുത്തിരുന്നോളൂ. അല്ലെങ്കിൽ BLOമാർക്ക് ഞങ്ങൾ കൊടുത്തോളാം. ഇത് ആരെന്ത് കൊടുക്കണമെന്ന് അറിയില്ല. ഡേറ്റും എക്സ്പയർ ചെയ്യാണ്. അപ്പോൾ ഇനി എന്തിനു വേണ്ടി ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൂ, വേറെ കുഴപ്പമില്ലാന്ന്. വോട്ട് ചെയ്യാൻ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഈ പണി ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു എന്താ പറഞ്ഞത്, പൗരത്വത്തിൻ്റെ ഒരു അംശമുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ആളുകൾ പാനിക്കാകുന്നു. അതുകൊണ്ട് ഈ പ്രഹസനത്തിനൊന്നും നിന്നു കൊടുക്കാനൊന്നും ഇനി പറ്റില്ല. ഇനി ഇതിന് പരിഹാരം ഉണ്ടാകാതെ അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് പ്രക്ഷോഭത്തിലേക്ക് പോവുക എന്നതിലേക്ക് ഞങ്ങളെ നിർബന്ധിതമാക്കണം.